ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ആലു പൊറോട്ട, ചോലെ ഭട്ടൂരെ, പാനിപൂരി, മോമോ, വടാപ്പാവ്, മറ്റേപ്പാവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നാട്ടിലും ഇതൊക്കെ അവൈലബിൾ ആണെങ്കിലും ഇവിടുത്തേന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ഐറ്റമാണ് കൊൽക്കത്ത കാത്തി റോൾ. അപ്പോൾ ഇന്നിത് എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പുറത്തത്തെ പോലെ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കാര്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്പൈസസും തൈരൊക്കെ ഇട്ടിട്ട് നമ്മളെ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. സ്പൈസസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവേ. എന്നിട്ട് നമുക്ക് അതിനൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് അതിനെ സ്മോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രിൽ പാനിൽ അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനിൽ നേരത്തെ ഞാൻ മുറിച്ചിട്ട് വെച്ച ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പൊറോട്ട ചൂടാക്കി എടുക്കാം. അത് നല്ലോണം നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം. പക്ഷേ നിങ്ങൾ തീ ചെറുതാക്കി എടുത്തതിനാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഞാനൊരു പാഠം പഠിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ മേലിൽ മുട്ട ഒഴിച്ചതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിട്ടപ്പോഴാണ് വേറൊരു സത്യം അതെ, വീണ്ടും കരിഞ്ഞു. പക്ഷെ അതൊന്നും ബോധർ ചെയ്ത് നമ്മളിത് പകുതിക്കാക്കാൻ പാടില്ല. നമുക്കപ്പം അറേഞ്ച്മെൻറ്റിലേക്ക് കിടക്കാം. പൊറോട്ടൻ്റെ മേലെ നമ്മളെ ചിക്കൻ്റെ ഫില്ലിങ്ങും കുറച്ച് ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ട് റാപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനി ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു കാത്തി റോൾ ആയിനോ എന്ന് ചോദിച്ചാൽ ആയിന്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പൊറോട്ട കരിക്കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും.